അങ്കമാലിയുടെ സ്വന്തം റോജി എം ജോൺ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തേരാളിയായി എന്നും വിലയിരുത്തിയിട്ടുള്ള ഒരു നേതാവ്. സൗമ്യഭാവത്തിലെങ്കിലും തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എവിടെയും പറയാൻ കെൽപ്പുള്ള നേതാവ്. കാര്യങ്ങളെ വസ്തുതാപരമായി പഠിച്ചു വിലയിരുത്തി അത് സമൂഹത്തിന് മുന്നിൽ ചിട്ടയായും വെടിപ്പായും അവതരിപ്പിക്കാനും അതിലൂടെ തൻ്റെ മണ്ഡലത്തിലെ പുൽക്കൊടിക്ക് പോലും പ്രിയങ്കരനുമായി തീർന്ന കോൺഗ്രസുകാരൻ. തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങാതെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന ജനകീയൻ. KSUവിലൂടെ റോജി എം ജോൺ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ചെറുപ്രായത്തിലെ തന്നെ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മികവും രാഷ്ട്രീയ പ്രബുദ്ധതയും കൊണ്ട് അദ്ദേഹം NSUI ദേശീയ പ്രസിഡന്റായി ഉയരുകയായിരുന്നു. തേവര SH കോളേജിൽ KSU യൂണിയൻ ചെയർമാനായിട്ടായിരുന്നു തുടക്കം. പിന്നീട് JNU പഠനകാലത്ത് NSUI കൗൺസിലർ, NSU സെക്രട്ടറി, NSUI വൈസ് പ്രസിഡന്റ്, NSUI ദേശീയ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ച് മുന്നോട്ട് പോയി. തൻ്റെ പഠനനാളുകളിൽ റോജി കാണിച്ച സംഘടനാ പ്രാവീണ്യത ദേശീയ നേതൃത്വമടക്കം ശ്രദ്ധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പടിപടിയായി തൻ്റെ രാഷ്ട്രീയ കർമ്മകാണ്ഡത്തിൽ ഉയർന്നു വരുമ്പോഴും തൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയും അദ്ദേഹം തൻ്റെ കൂടെ കൂട്ടിയിരുന്നു. നാടിനോടുള്ള പ്രതിബദ്ധത കൈവിടാതെ ഓരോ വ്യക്തികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർക്കൊപ്പം നീങ്ങിയുള്ള പ്രവർത്തനം ഈ ചെറുപ്പക്കാരനെ അവരിൽ ഒരാളായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതും റോജിയെ മണ്ഡലത്തിലെ പ്രിയങ്കരനാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് 2016 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസിന് അങ്കമാലി മണ്ഡലത്തിൽ മറ്റൊരു പേര് തിരയേണ്ടി വരാതിരുന്നത്. വർഷങ്ങളായി അങ്കമാലി ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ സോഷ്യലിസ്റ്റുകളെയും ഒക്കെ മാറി മാറി തുണച്ചിട്ടുണ്ട് അങ്കമാലി മണ്ഡലം. 1965 മുതലുള്ള അങ്കമാലിയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ 10,000-ൽ പരം വോട്ടുകൾക്ക് മുകളിൽ ഒരു ജയമുണ്ടാവുന്നത് രണ്ടാം തവണയാണ്. 2021 UDF നേടിയ ഭൂരിപക്ഷമായ 1877 നിന്നും 6743 വോട്ടുകളായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതും റോജി എം ജോണിന് അവകാശപ്പെടാൻ തന്നെ ഉള്ളതാണ്. സിറ്റിംഗ് സീറ്റായ അങ്കമാലിയിൽ യുവത്വം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയവയിൽ നടന്ന ജനകീയ ഇടപെടലുകൾ സ്ത്രീ യുവ വോട്ടർമാരിൽ പ്രായമായവരിലും അനുകൂല ചലനങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെയാണ് മണ്ഡലത്തിലെ നഗരസഭയിലും എല്ലാ പഞ്ചായത്തുകളിലും മുന്നേറാൻ UDFന് അന്ന് കഴിഞ്ഞത്. ബാംഗ്ലൂർ കൊച്ചി വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി അയ്യമ്പുഴ ഗിഫ്റ്റ് സിറ്റിയുമായി ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കൽ, ഗ്രാനൈറ്റ് ഖനനം, ഭൂമി ഏറ്റെടുക്കൽ, ചമ്പന്നൂർ വ്യാവസായിക മേഖല, ഗതാഗത കുരുക്ക്, അങ്കമാലി പട്ടണത്തിലെ സർവീസ് റോഡ്, കാലടി സമാന്തര പാലം, കാർഷിക പ്രശ്നം, ദേശീയ തീർത്ഥാടന കേന്ദ്രം, മലയാറ്റൂർ, ഏഴാമുറ്റം ടൂറിസം സർക്യൂട്ട് പദ്ധതി തുടങ്ങിയവയൊക്കെ ജനകീയ വിഷയമായി നിൽക്കുമ്പോൾ തന്നെ അതിലൊക്കെ റോജി എം ജോണിൻ്റെ ഇടപെടൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ മതിപ്പ് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ക്രിസ്ത്യൻ സമുദായത്തിന് മുൻതൂക്കമുള്ള മണ്ണാണ് അങ്കമാലി എങ്കിലും അവിടെയുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ കൂടിയുള്ള ജനപിന്തുണ റോജി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി അദ്ദേഹം രംഗത്ത് വരികയും കാലടി സർവകലാശാല KSU പ്രവർത്തകരെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും സ്റ്റേഷനകത്ത് കയറി KSU പ്രവർത്തകരെ തുറന്നുവിടുകയും ചെയ്തു. മണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങൾ, ഇങ്ങനെ അനേകം ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഇടപെടുന്ന ഒരു നേതാവ് എന്ന നിലയിൽ സർക്കാരിന് എന്നും റോജി എം ജോൺ ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലപ്പുറം ഒരു ജനകീയ നേതാവ് എന്ന ലേബലാണ് റോജി എം ജോണിന് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ സ്പന്ദനമറിയുന്ന ഓരോ വ്യക്തിയെയും നേരിട്ട് കാണുന്ന, അവരുടെ ഏത് പ്രശ്നത്തിലും മുന്നും പിന്നും നോക്കാതെ ഇറങ്ങുന്ന നേതാവ് എന്ന നിലയിലും വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിൽ റോജി എം ജോൺ അവിടെ വിജയിച്ചു കയറുമെന്ന് ഉറപ്പാണ്. അങ്കമാലി റോജിയിൽ ഭദ്രമാകും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് കോൺഗ്രസ്. 100 സീറ്റിലേക്ക് കേരളത്തിൽ 2026 തലവേദനയില്ലാതെ കടന്നു കയറാൻ സാധിക്കുമെന്ന ഉറപ്പിക്കലും നേതൃത്വത്തിനുണ്ട്.
അധികാരത്തിലേറി മുച്ചൂടും മുടിച്ച് കേരള ജനതയെ വഞ്ചിക്കുന്ന LDF സർക്കാരിൻ്റെ കിരാത ഭരണം അവസാനിപ്പിക്കാൻ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് കോൺഗ്രസും UDFും ഇറങ്ങിക്കഴിഞ്ഞു. അതിന് റോജി എം ജോണിനെ പോലെയുള്ള ജനകീയ നേതാവ് വെള്ളവും വളവും നൽകുകയാണ് UDFന്. അങ്കമാലി റോജിയിൽ എന്നും ഭദ്രമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.